കെ.ടി. മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകം ഇസ്ലാം മതത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നിശിതമായി വിമർശിച്ച നാടകമാണ്. സ്ത്രീ വിദ്യാഭ്യാസമാണ് നാടകത്തിലെ മുഖ്യ പ്രമേയം. ഈ നാടകത്തിലെ ഗാനമാണ് ഖൽബിലെ നിലാവ്. കെ. രാഘവൻ മാസ്റ്ററാണ് ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. 2014 ബാല്യകാല സഖി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഈ ഗാനം അതിൽ പുനരാവിഷ്കരിക്കുകയുണ്ടായി. നായകൻ്റെ കാത്തിരിപ്പും നായികയെക്കുറിച്ചുള്ള വർണ്ണനയുമാണ് ഗാനത്തിൻ്റെ ഇതിവൃത്തം. നായികയെ പ്രകൃതിയോട് ഉപമിച്ചുകൊണ്ടാണ് ഗാനം തുടങ്ങുന്നത്. താമര പൂങ്കാവനത്തിലാണ് പെൺകുട്ടി താമസിക്കുന്നത്. താമര തന്നെ ഭംഗി നിറഞ്ഞതാണ്. അത്തരത്തിൽ ഒരുപാട് താമരകളുള്ള പൂന്തോട്ടത്തിലാണ് പെൺകുട്ടി താമസിക്കുന്നത്. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ എന്ന വരികളിൽ പഞ്ചവർണ്ണക്കിളിയുടെ അഴകിനോട് പെൺകുട്ടിയുടെ അഴകിനെ ഉപമിക്കുന്നു. പഞ്ചവർണ്ണക്കിളി 5 നിറങ്ങളോട് കൂടിയ കിളിയാണ്. ആ കിളിയുടെ സൗന്ദര്യം അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ഈ പെൺകുട്ടിക്ക് സൗന്ദര്യമുണ്ട് എന്ന് കവി ഇവിടെ പറയുന്നു. ഈ വരികളുടെ മറ്റൊരു പ്രത്യേകത വരികളും അക്ഷരങ്ങളും ആവർത്തിക്കുന്നു എന്നതാണ്. ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം എന്നീ പ്രാസങ്ങൾ ഈ പാട്ടിന് വളരെ താളഭംഗി നൽകുന്നു. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് എന്ന വരികളിൽ നിലാവിനെ പൂവായി കാണുന്നു. ആ പൂക്കളിലെ റാണിയായിട്ടാണ് പെൺകുട്ടിയെ സങ്കല്പിച്ചിരിക്കുന്നത്. പെൺകുട്ടിക്ക് മുന്നിൽ നിലാവിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുന്നു. പൂവ്, നിലാവ് എന്നീ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഉപമകൾ കൊണ്ടാണ് പെൺകുട്ടിയെ വർണ്ണിച്ചിരിക്കുന്നത്. കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന വരികൾ ഈ ഗാനത്തിന് സവിശേഷ ഭംഗി നൽകുന്നുണ്ട്. അവളുടെ നോട്ടം, ആ നോട്ടത്തിൻ്റെ ഭംഗി, ശക്തി, മിഴികളുടെ അഴക് എന്നിവ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ആ നോട്ടം നായകൻ്റെ മനസ്സിൽ എത്രത്തോളം സ്പർശിച്ചു എന്ന് ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്നു. പൊതുവെ കല്ല് ഉറച്ച അല്ലെങ്കിൽ ഇളകാത്ത ഒന്നിൻ്റെ പ്രതീകമായാണ് അവതരിപ്പിക്കാറ്. ഇവിടെ കല്ലിനെ നായകന് നായികയോടുള്ള ഉറച്ച സ്നേഹത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്നു. അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു എന്ന പ്രയോഗത്തിൽ അമ്പിളിമാമൻ വമ്പ് നടിച്ചുകൊണ്ട് തനിക്കാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന് കരുതിക്കൊണ്ട് അമ്പിളിമാമൻ വരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടതോടുകൂടി, അവളുടെ സൗന്ദര്യം കണ്ടതോടുകൂടി അമ്പിളിമാമൻ പോലും അമ്പരന്ന് നിൽക്കുന്നതായി കവി പറയുന്നു. ഇത്തരത്തിൽ നായകന് നായികയോടുള്ള സ്നേഹവും അവൾക്ക് വേണ്ടിയുള്ള നായകൻ്റെ കാത്തിരിപ്പും വളരെ മനോഹരമായി ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു.